അത് ആ പെണ്ണല്ലേ? അതെ, അവള് തന്നെ. നിങ്ങളൊന്ന് ചെല്ല്. സീതയെ മുതലാളി വിളിക്കുന്നു. ഏത് മുതലാളി? ഞാനെന്താ അയാളുടെ വേലക്കാരിയാണോ? വിളിക്കുന്നിടത്ത് ചെല്ലാൻ. നിങ്ങൾ പോയി ജോലി നോക്ക്. അഹങ്കാരം ഞാൻ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അവൾ ഉപദ്രവിക്കില്ലേ? അവൾ പാവമാണ് മുതലാളി. അതിന് ഞാൻ എന്ത് വേണം? മുതലാളി, ഞാൻ പറയുന്നത് കേൾക്കും മുതലാളി. അവൾ ഉപദ്രവിക്കില്ലേ മുതലാളി? ഞാൻ കല്യാണം കഴിക്കാനുള്ള പെണ്ണാണ് മുതലാളി. ഇത് ഉപദ്രവിക്കില്ലേ പോലും മുതലാളി? ഞാൻ പറയുന്നത് പോയാ ക്ഷമിക്കൂ മുതലാളി, എന്നോട് ക്ഷമിക്കൂ. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. ഞാൻ വരട്ടെ മുതലാളി. ഒരു ശരി. ആരുമില്ലേ ഇവിടെ? ആരുമില്ലേന്ന്? എന്താ, എന്ത് വേണം? ഈ വീടും പരിസരവും ഒക്കെ ഒന്ന് പരിശോധിക്കണമല്ലോ. എന്താ കാര്യം? കാര്യം അറിഞ്ഞെങ്കിലേ പരിശോധിക്കാവൂ എന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. പരിശോധിച്ചോണം, സുഖമായിട്ട് പരിശോധിച്ചോണം.
ചെല്ലയാക്ക് ഇവിടെ ഉണ്ട് മാനെ. ഇതാരാ മുതലാളി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? എന്നോടാണോ ചോദിക്കുന്നത്? എന്റെ നെൽപ്പുരയിൽ നിന്നിട്ട് ഇവിടെ എങ്ങനെ എത്തിയെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത്? തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നെ എന്തിനു അറസ്റ്റ് ചെയ്യണം? ഞാൻ ഇതൊന്നും അറിഞ്ഞല്ലേ. അതൊക്കെ പിന്നീട് തീരുമാനിക്കാം. തൽക്കാലം സ്റ്റേഷനിലേക്ക് നടക്കണം. എന്നെ മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടി ഇവരാരോ ചെയ്തതാണ്. ഞാൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. അത് നന്നായി. മോഷ്ടിച്ചവരാരെങ്കിലും സ്വയം കുറ്റം സമ്മതിക്കുമോ സാറേ? കുടുംബപരമായി തന്നെ കൊണ്ടുവരാത്തവനാ. അച്ഛനൊരു റൗഡിയായിരുന്നു, അയാളെ ഒരുത്തം കുത്തിക്കൊന്നു. അമ്മ പഴച്ചവളും. അപ്പൊ പിന്നെ ഇവന്റെ കാര്യം പറയണോ? എരപ്പാളി, നീ എന്താടാ പറഞ്ഞത്? നീ അവിടുത്തെ കുറ്റപത്രം വായിച്ചു കേട്ടില്ലേ? കേട്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. പറയൂ. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല യമാനെ. ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് നുണയാണ്. ഞാൻ കള്ളനാണെന്ന് ഇവിടെ സത്യം ചെയ്ത് പറഞ്ഞവരെല്ലാം പച്ചക്കള്ളമാണ് യമാനെ പറഞ്ഞത്. പച്ചക്കള്ളമാണ്. പിന്നെ പോലീസുകാരെ ഞാൻ തല്ലിയെന്ന് പറഞ്ഞതിൽ സ്വല്പം സത്യമുണ്ട്. എന്റെ അച്ഛനും അമ്മയും പിഴകളാണെന്ന് മുതലാളി പറഞ്ഞപ്പോ ഞാൻ മുതലാളി തല്ലാൻ ചെന്നതാണ്. അപ്പൊ പോലീസ് അടക്കി ചാടി വീണു. ഞാൻ അറിയാതെ ഒന്ന് രണ്ട് അവർക്കും കിട്ടിപ്പോയി. അതിന് യജമാനെ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളതിന് സാക്ഷിയുണ്ടോ? ഉണ്ട്. ഞാനും ദൈവവും മാത്രം. അത് പോരാ, പുറത്തു നിന്നും സാക്ഷി വേണം. അയ്യോ, സത്യം ബോധ്യപ്പെടുത്താൻ സാക്ഷി വേണമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എനിക്ക് സാക്ഷിയില്ല യമാനെ, സാക്ഷിയില്ല. അങ്ങനെ മിസ്റ്റർ രാജശേഖരന്റെ നെൽക്കളത്തിൽ നിന്ന് നെല്ല് മോഷ്ടിക്കുകയും കൃത്യനിർവഹണത്തിന് വന്ന നീതിപാലകരെ ദേഹോപദ്രവവും ഏൽപ്പിക്കുകയും ചെയ്തു എന്ന കുറ്റത്തിന് പ്രതിയായ ഗോപാലൻ മകൻ രാമുവിനെ 2.5 വർഷത്തെ കഠിന തടവിന് കോടതി ശിക്ഷിച്ചിരിക്കുന്നു. സീത വിഷമിക്കാതിരിക്കൂ. ഗോപി വിവരങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? സിന്ധു എഴുതിയിരുന്നു. സാരെങ്കിലും എന്നെ വിശ്വസിക്കണം. ഈ കാലത്തിനിടയിൽ ഞാൻ ആരുടെയും ഒരു വകയും മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങൾക്കിതെല്ലാം അറിയാൻ രാമു. ആ നെല്ലെങ്ങനെ അവിടെ വന്നു എന്നുള്ളത് പണിക്കര് പറഞ്ഞു. അതിനുള്ള കാരണം എന്തെന്നുള്ളത് സീതയും പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഈ വിവരം പോലീസിനെ അറിയിച്ച് എന്നെ രക്ഷിക്കാത്തത്? ഇവിടെ എല്ലാ കാര്യങ്ങളും പണക്കാർ വിചാരിക്കുന്ന പോലെ നടക്കൂ രാമു. അവരെല്ലാം പണമിട്ട് മൂടിക്കളയില്ലേ? എനിക്ക് എന്റെ അനുജന്റെ പഠിത്തത്തിന്റെ കാര്യത്തിലാണ് വിഷമം. എന്റെ പഠിത്തമോ? അതിനേക്കാൾ എത്രയോ വലുതാണ് എനിക്കെന്റെ ചേട്ടൻ. പണിക്കരിയായിട്ട് ഒരു ഉപകാരം ചെയ്യണം. ഗോപിയെ പഠിപ്പിക്കാൻ വേണ്ടി കുറെ രൂപ ഞാൻ മുതലാളി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മാസം തോറും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഗോപിക്ക് അയച്ചു കൊടുക്കണം. കേട്ടോ ഗോപി? എന്നാ ഗോപി ഇപ്പൊ തന്നെ മുതലാളുടെ ബംഗ്ലാവിലേക്ക് പോന്നോട്ടെ. കൈയോടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഗോപി, നിന്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ വന്നു എന്ന് വിചാരിച്ച് നീ മനസ്സിനെ വിഷമിപ്പിക്കരുത്. നീ ഉത്സാഹിച്ച് പഠിക്കണേ അനിയ. വാ മോളെ. രാമു ജയിലിലായതുകൊണ്ട് ഗോപിയുടെ പഠിപ്പ് വലിയ അപകടത്തിലാണ്. അതിന് ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? ആ പണം മുതലാളി തന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചാട്ടെ. അവൻ പഠിച്ച് നന്നായി വരട്ടെ. ഏത് പണം? രാമു ഭൂമി പണയം വെച്ച് ഇവന്റെ പഠിപ്പിന് വേണ്ടി മുതലാളിയെ ഏൽപ്പിച്ച പണം. അത് കൊള്ളാം. ആ രൂപയെല്ലാം അവൻ അന്ന് തന്നെ വാങ്ങിച്ചോണ്ട് പോയല്ലോ.
2000 രൂപ മാത്രമേ വാങ്ങിച്ചുള്ളൂ എന്നാണല്ലോ ചേട്ടൻ പറഞ്ഞത്. അത് നിന്നോട് പറഞ്ഞതല്ലേ? രാമു കള്ളം പറയില്ല. പിന്നെ ഞാനാണോ കള്ളം പറയുന്നത്? തന്നെയൊക്കെ വാദ്യാരാക്കിയവരെ തൊഴിക്കണം. മോഷണ കേസിൽ ശിക്ഷ വാങ്ങിച്ചു കിടക്കുന്നവൻ കള്ളം പറയില്ല. മാഷ് പറഞ്ഞത് ശരിയാണ്. എന്റെ ചേട്ടൻ ഒരിക്കലും കള്ളം പറയില്ല, മോഷ്ടിക്കുമില്ല. നിങ്ങൾ ആരും എന്റെ ചേട്ടൻ ചതിച്ചതാണ്. എടോ സൂക്ഷിച്ച് സംസാരിക്കണം. വേണ്ട വേണ്ട, ഇതിനെ ചൊല്ലി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. വാ മോനെ, നമുക്ക് പോവാം. എന്റെ ബംഗ്ലാവിൽ വെച്ചായതുകൊണ്ട് നിങ്ങളെ ഞാൻ ആട്ടി ഇറക്കുന്നില്ല. ആട്ടി ഇറക്കണ്ട, പൊയ്ക്കോളാം. ഈ സത്യവും നീതി ഇല്ലാത്ത രൂപ നിന്നാലും വേണ്ട. ഒരു മാഷ് ഈ കാശില്ല, അവന് വക്കീലാവണം, മജിസ്ട്രേറ്റ് ആവണം. എടോ പണിക്കണേ, ഇവിടെ വാ. ഇവിടെ വരാൻ. ഇവിടെ കേറുന്നില്ല. നീ എന്താ ഇവരുടെ കൂടെ നടക്കുന്നത്? അത് ഞാൻ ചുമ്മാ വഴി വെച്ച് കണ്ടപ്പോ കൂടെ വന്നത്. തനിക്ക് അവിടെ കളത്തിൽ പണിയില്ലേ? ഉണ്ട്, ധാരാളം പണിയിട്ട്. പിന്നെ ഉമ്മാരുടെ പുറകെ നടക്കുന്നതിന്റെ കാര്യം അല്ല, അത് ഞാൻ ചുമ്മാ ഓടോ.